Atomic ഭാരം അനുസരിച്ച് എഴുതി വരുമ്പോൾ ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1, ഹീലിയം അറ്റോമിക് മാസ് 2, then ഇവിടെ എഴുതാം മാസ്, then ലിഥിയം അറ്റോമിക് മാസ് 3, ലിഥിയം കഴിഞ്ഞ് ബെറിലിയം 4, beryllium, boron 5, then carbon 6, oxygen, carbon കഴിഞ്ഞ് nitrogen, nitrogen 7, oxygen 8. നിങ്ങൾ ഈ പീരിയോഡിക് ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഞാനിത് മൊത്തം എഴുതണ്ടല്ലോ, സ്ക്രിബിൾ ചെയ്ത്. then fluorine 9 and neon 10. see ഭാരം ഇതിന്റെ ഭാരം വേറെയാണ്, സോറി, ഞാൻ ആ ഒറിജിനൽ ഫോമിലേക്ക് വന്ന, ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി ഇത് 20 ആയിരിക്കണം, ഇത് 18 ഇത് 16, പിന്നെ ഇത് 14, ഇത് 12. അപ്പോൾ ഭാരം അനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത് വരുമ്പോൾ പൊട്ടാസ്യത്തിന്റെ ഭാരം 19 പൊട്ടാസ്യം ഭാരം 19 അല്ലേ പൊട്ടാസ്യത്തിന്റെ എത്ര? ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് മെൻഡലീവിന്റെ പീരിയോഡിക് ലോ വേണ്ട എന്ന് വെച്ചതാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ആർഗൺ, ഈ 1-2 ഡിഫക്ട്സ് ഇതിനകത്തുണ്ട്. ആ ഡിഫക്റ്റ് അങ്ങ് പറയാം, ഏതായാലും എനിക്ക് ഭാരം കാണാപ്പാടും അറിയത്തില്ല, നമ്പർ വെച്ചേ അറിയത്തുള്ളൂ. അതായത് മെൻഡലീവിന്റെ പീരിയോഡിക് ലോ അനുസരിച്ച് നമ്മൾ എലിമെന്റ്സിനെ ക്രമീകരിച്ച് വെച്ച് അവരുടെ ഭാരം അനുസരിച്ച് ക്രമീകരിച്ചപ്പോൾ, ഇത് നമ്പറാണ്, അല്ല ഇത് ഭാരം, ഓക്കെ, ഭാരം അനുസരിച്ച് ക്രമീകരിച്ചപ്പോൾ എന്ത് പ്രത്യേകത ഉണ്ടെന്ന് അറിയാമോ? ഹൈഡ്രജൻ, അതിന് വ്യത്യസ്ത ഹൈഡ്രജനുകളുണ്ട്, H1, 1H2, 1H3. ഹൈഡ്രജൻ 3 ഭാരമുള്ള ഹൈഡ്രജനുകൾ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഈ 3 ഭാരമുള്ള ഹൈഡ്രജനുകളെ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ എന്നാണ് പറയുന്നത്. ഇവർ രണ്ടുപേരും റേഡിയോ ആക്റ്റീവ് ആണ്. ഇവരെ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ ഉപയോഗിക്കുന്നു. അവിടെ ബോംബ് നിർമ്മാണത്തിനും നമ്മൾ ഡ്യൂട്ടീരിയം, നമ്മുടെ ഈ ഹൈഡ്രജൻ വെച്ചുള്ള ഓക്സൈഡ്, ഡ്യൂട്ടീരിയം ഓക്സൈഡ് D2O, മാസ് നമ്പർ 2ഉം അറ്റോമിക് നമ്പർ 1ഉം ആയിട്ടുള്ള ഹൈഡ്രജൻ, അതിനെ ഡി എന്നും റെപ്രസെന്റ് ചെയ്യും. D2O എന്നാണ് അതിന്റെ ഓക്സൈഡ്. ഇതിനെ വിളിക്കുന്ന പേര് ഹെവി വാട്ടർ. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറയുന്നത്, ഹെവി വാട്ടറിന്റെ നിർമ്മാണത്തിന് എടുക്കുന്ന ഹൈഡ്രജന്റെ ഭാരം 2. ഈ മെൻഡലീവ് പറഞ്ഞ അനുസരിച്ച് എലിമെന്റ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഈ ഹൈഡ്രജന്റെ ഒരു സ്ഥാനത്ത് ഒരാളെ വെക്കാൻ പറ്റുന്നുള്ളൂ. 2 എന്ന് പറയുന്നത് ഇപ്പോൾ 2 പേര് വരും. ഹൈഡ്രജൻ കഴിഞ്ഞ് ഹീലിയത്തിനും ഭാരം 2 വരുന്നുണ്ട്, ഡ്യൂട്ടീരിയത്തിന് വരുന്നു. മൂന്നാമത് ലിഥിയം ഭാരം ഉള്ളതുണ്ട്, പക്ഷെ ഹൈഡ്രജൻ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം എന്ന ഹൈഡ്രജനും ഭാരം 3. എങ്കിൽ എങ്ങനെ എവിടെ വെക്കും? അപ്പൊ അതിനെ കുറിച്ച് ഒരു പോരായ്മ ഉണ്ടായിരുന്നു. He could not explain the arrangement of isotopes. ആർക്ക്? മെൻഡലീവിന്. അത് അദ്ദേഹത്തിന്റെ ഒരു പോരായ്മയായിരുന്നു. The drawbacks of Mendeleev could not explain മെൻഡലീവിന്റെ പോരായ്മ. Leaders write the lecture notes. Could not explain the position of isotopes. ഐസോട്ടോപ്പിന്റെ പൊസിഷനെ കുറിച്ച് ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാല്, അത് പറയാമേ, ലന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സിനെ കുറിച്ചൊന്നും അദ്ദേഹം പ്രത്യേകം ഒന്നും പറഞ്ഞിട്ടില്ല. The position of Lanthanides and Actinides were not specified. 2, ലന്തനൈറ്റ്സിന്റെയും ആക്ടിനൈറ്റ്സിന്റെയും പൊസിഷൻ അവർ സ്പെസിഫൈ ചെയ്തിരുന്നില്ല. പൊസിഷൻ were not specified. ഭാരം അനുസരിച്ച് അങ്ങ് വെച്ചോണ്ട് പോകും. അങ്ങനെ വരുമ്പോ ഈ എസ് ബ്ലോക്കിന്റെയും, ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം, അത് നമുക്ക് അത് കണ്ടോ, മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിൽ എന്തുകൊണ്ട് വേണ്ട എന്ന് നമ്മൾ വെക്കേണ്ടി വന്നു. നമുക്ക് അറിയാം, ഇത് എസ് ബ്ലോക്ക് എലിമെന്റ്, ഇത് ഡി, ഇങ്ങേ അറ്റത്തത് പി. അപ്പോ ഡി ബ്ലോക്ക് എലിമെന്റ്സ് എല്ലാം മെറ്റൽസ് ആണ്, ട്രാൻസിഷൻ മെറ്റൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് എസ് ബ്ലോക്ക്. അപ്പോ ഇവിടെ എഫ് ബ്ലോക്ക് എന്നൊക്കെ മെൻഡലീവിന് പറയാൻ പറ്റിയില്ല. എഫ് ബ്ലോക്ക് ഇതാണെന്നോ അല്ലെങ്കിൽ അത് എങ്ങനെ എന്നുള്ളതൊന്നും മെൻഡലീവിന് പറയാൻ. He could not explain about blocks, the D and F blocks, D and
അല്ല he could not explain ഈ എഴുതിയത് അങ്ങ് എഴുതിയാൽ മതി about lanthanide position of lanthanides and actinides. he could not explain that lanthanide ഇവിടെയും actinides ആ സീരീസിലെ മൊത്തം പേരെയും 14 പേരെയും മൊത്തത്തിലാണ് ലന്തനൈഡ് എന്ന് പറയുന്നത്. ലന്തനൈഡിന്റെ സ്ഥാനത്തെ കുറിച്ചോ അല്ലെങ്കിൽ ആക്ടിനൈഡ്സ് അതിനകത്തെ 14 എലിമെന്റ്സ് എഫിന്റെ രണ്ടാമത്തെ പീരീഡായ ആക്ടിനൈഡ്സിനെ കുറിച്ച് he could not സ്പെസിഫൈ വ്യക്തമാക്കി പറയാൻ കഴിഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടല്ലോ കോപ്പറും മെർക്കുറിയും ഒക്കെ മെറ്റൽ ഡിയിൽ വരുന്നവരാണ്. പക്ഷെ മെർക്കുറി എന്ന് പറയുന്നത് മെറ്റൽ അല്ല, അതൊരു ലിക്വിഡ് ആണ്. കോപ്പർ ആണെങ്കിൽ മെറ്റൽ. അപ്പൊ അദ്ദേഹത്തിന്റെ അറേഞ്ച്മെന്റിൽ ഞാൻ നോക്കി പറയാം. ആൽക്കലി മെറ്റൽസ് ആൻഡ് കോയിനേജ് മെറ്റൽസ് ബോത്ത് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ. തിരിച്ച് ഭാരം അനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത് വരുമ്പോൾ ഈ എലിമെന്റ്സ് എല്ലാം ഒരുപോലെ ഇരിക്കുന്നു, ഒരുപോലെ മിക്സ് ആയി പോകുന്നു. അവരെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റുന്നില്ല. മെയിൻ രണ്ട് നമുക്ക് ഡിഫറൻസ് പഠിക്കാം. ഒന്ന്, he could not explain the position of isotopes of hydrogen. ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് what were the drawbacks of Mendeleev. ഈ ഡെഫിനിഷൻ അനുസരിച്ച് മെൻഡലീവ് ലോ നമ്മൾ പഠിച്ചു. ആ പഠിച്ച ലോയെ നമുക്ക് വേണ്ട എന്ന് വെക്കാൻ, ബിക്കോസ് there were certain demerits. ആ demerits എന്തൊക്കെയാന്ന് ചോദിച്ചാൽ അതിലൊന്ന്, could not explain the position of isotopes of hydrogen. ഞാൻ ഉദ്ദേശിച്ച ഒരു സിമ്പിൾ പോയിന്റ് ഉണ്ട്, അതൊട്ട് കണ്ടുമില്ല. എങ്കിൽ അത് എഴുതിയിടെ, ഈ ഒന്നാമത്തെ എഴുതിയിടെ. പിന്നെ അദ്ദേഹത്തിന്റെ അറേഞ്ച്മെന്റില് കോപ്പറും മെർക്കുറിയും ഒരു ഗ്രൂപ്പിൽ വന്നു. അപ്പൊ അത് ഒരു പോരായ്മ. കോപ്പർ നല്ല മെറ്റലാണ്, മെർക്കുറിയാണ് ലിക്വിഡ് ആണ്. അത് രണ്ടും ഒരു ഗ്രൂപ്പിൽ വരാൻ പാടില്ല. ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടീസ് ഷുഡ് ബി സെയിം, ഫിസിക്കൽ ആസ് വെൽ ആസ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഷുഡ് ബി സെയിം. പക്ഷെ അദ്ദേഹം ഭാരം അനുസരിച്ച് അടുക്കി വെച്ചപ്പോൾ കോപ്പറും മെർക്കുറിയും ഒരു ഗ്രൂപ്പിൽ വന്നു, അത് വരാൻ പാടില്ല, അത് ഒരു പോരായ്മ. അപ്പൊ അത് രണ്ടാമത്തെ, ഇനി ഒരു പോരായ്മ കൂടെ ഉണ്ട്, അതുകൂടെ എനിക്ക് dissimilar similar elements അതെഴുതിക്കെ. chemically dissimilar elements were grouped together. chemically dissimilar elements were grouped together. chemically dissimilar elements were grouped together. ആരൊക്കെയാണെന്നറിയോ ഡിസിമിലർ? പറഞ്ഞു വന്നപ്പോൾ ഒരു ചെറിയൊരു എറർ ഉണ്ട്. കെമിക്കലി ഡിസിമിലർ എലിമെന്റ്സ് അത് ആരൊക്കെയാന്ന് നോക്കാവേ. കെമിക്കലി ഡിസിമിലർ, സിമിലാരിറ്റി ഇല്ലാത്ത എലിമെന്റുകൾ ഒരേ ഗ്രൂപ്പിൽ വന്നു. അതുകൂടെ ഒന്ന് എഴുതിക്കേ. ഡിസിമിലർ എലിമെന്റ്സ്, മൂന്നാമത്തെ ഒരു പോരായ്മ. ഡിസിമിലർ, DISS ഉണ്ടോ? DISS ഉണ്ട്. dissimilar elements, സിമിലാരിറ്റി ഇല്ലാത്തവർ എങ്ങനെ വന്നു? കെമിക്കലി ഡിസിമിലർ എലിമെന്റ്സ് came together. സിമിലാരിറ്റി ഇല്ലാത്ത സ്വഭാവം, യാതൊരു തരത്തിലും ഒരുപോലെ അല്ലാത്തവർ ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ വന്നു. came together in a group. അദ്ദേഹത്തിന്റെ അറേഞ്ച്മെന്റില് ആരൊക്കെയാന്നറിയോ? ആൽക്കലി മെറ്റലും ആൽക്കലി ആൻഡ് കോയിനേജ് മെറ്റൽസ്. അതെ, എവിടെയോ വരുന്നുണ്ട്, എനിക്കൊരു കൺഫ്യൂഷൻ. ഹാലജൻസ് അല്ല, കോയിനേജ് ഏതാന്ന് ലാസ്റ്റിൽ പറയാം. ആൽക്കലിയും കോയിനേജ് മെറ്റലും കൂടെ ഒരുപോലെ വന്നു അദ്ദേഹത്തിന്റെ അറേഞ്ച്മെന്റിൽ, ഭാരം അനുസരിച്ച് അറേഞ്ച് ചെയ്തപ്പോ. കേട്ടോ, 2-3 പോരെ? ആ പൊട്ടാസ്യത്തിന്റെ ആർഗന്റെ എനിക്ക് എവിടെയെങ്കിലും കിട്ടും പഠിപ്പിച്ചോണ്ട് പോകുമ്പോ, അപ്പൊ അന്നേരം ഞാൻ പറയാം. അത് ഈ 3 മതി. പൊസിഷൻ ഓഫ് ഹൈഡ്രജൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല പീരിയോഡിക് ടേബിളില്. അതുപോലെ ലന്തനൈഡ് ആക്ടിനൈഡ്സിന്റെയും കൃത്യമായ പൊസിഷൻ സ്പെസിഫൈ ചെയ്തിട്ടില്ല. സ്വഭാവം ഒരുപോലെ അല്ലാത്തവരെ ഒരേ ഗ്രൂപ്പിലാക്കിയിരിക്കുന്നു. അതായത് ആൽക്കലി ലോഹങ്ങളും കോയിനേജ് മെറ്റൽസും. എനിക്ക് തോന്നുന്നു 16th ഗ്രൂപ്പ് എലിമെന്റ്സ്. ആൽക്കലി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലിമെന്റ്. ഫസ്റ്റും 16ലും ഇരിക്കേണ്ടവർ ഒരിടത്തായിരുന്നു ഇരുന്നത്. മനസ്സിലായോ? ഡിസിമിലർ,
സാമ്യത ഇല്ലാത്തവർ തമ്മിൽ ഒരിടത്തിരിക്കേണ്ടതായിട്ട് വന്നു. ഇതൊക്കെയാണ് മെൻഡലീവിന്റെ പീരിയോഡിക് ലോ. അപ്പൊ 3 പോരായ്മകൾ നമ്മൾ എഴുതി, ഏതെങ്കിലും 2 കൃത്യമായിട്ട് പഠിക്കുക. എല്ലാം അറിഞ്ഞാൽ നല്ല വല്ല എൻട്രൻസ് എഴുതണമെങ്കിൽ ഇത് അറിയാൻ വേണം. ഓക്കെ, ഇത് എഴുതിയെന്ന് വിചാരിക്കുന്നു. ഡിസിമിലർ എലിമെന്റ്സ് കെയിം ടുഗദർ ഇൻ എ ഗ്രൂപ്പ് ദാറ്റ് ഈസ് ആൽക്കലി ആൻഡ് കോയനേജ് മെറ്റൽസ്. ആരൊക്കെ തമ്മിൽ? ആൽക്കലിയും, ദാറ്റ് ഈസ് ആൽക്കലി ആൻഡ് കോയിനേജ് മെറ്റൽ. ഗ്രൂപ്പ് 16 കൂടെ ഒരുപോലെ ഒരിടത്തിരിക്കുന്നതായിട്ട് കണ്ടു. ഓക്കെ, ഇനി നമുക്ക് ആ മെൻഡലീവ് ലോയിലേക്ക് ഒന്ന് വരാം. ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം നമുക്ക് ഇനി ഒന്ന് നോക്കാം. പോരായ്മ കണ്ടല്ലോ, ഇനി നോക്കിക്കേ എന്താണ് ഇതിന്റെ മീനിങ്. ക്യാൻ എനിബഡി ടെൽ? ഓക്കെ, ഐ വിൽ സേ. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് ഒരു ടൈം ഉണ്ട്, അപ്പൊ ചോദിക്കാം. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലിമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. അതായത് അറ്റോമിക് ഭാരം അനുസരിച്ച് എലിമെന്റുകളെ മെന്റലീവ് അറേഞ്ച് ചെയ്തപ്പോൾ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മീൻസ് കളർ, ഫിസിക്കൽ പുറമേയുള്ള അപ്പിയറൻസ്, അതിന്റെ സ്വഭാവമായിട്ട് നമ്മൾ പറയുന്നു. അതിന്റെ നേച്ചർ, വെദർ ഇറ്റ് ഈസ് ലിക്വിഡ്, സോളിഡ് ഓർ ഗ്യാസ്, വെദർ ഇറ്റ് ഹാസ് എനി ഓർഡർ, എന്തെങ്കിലും മണമുണ്ടോ, പിന്നെ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, അതിന്റെ സൈസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, ഭൗതികമായ അതിന്റെ പുറമേയുള്ള അതിന്റെ പ്രോപ്പർട്ടീസ്, കാഴ്ചയിൽ കാണുന്ന പ്രോപ്പർട്ടീസ്, അതിനെ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയും. അപ്പോ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇനി physical and chemical properties. Chemical, remember what is that? The action with oxygen, how the particular element reacts with oxygen, how it reacts with water, how it reacts with nitrogen, how it reacts with halogens like fluorine, chlorine, bromine, etc. ഇതിനെല്ലാമാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. വേറെയും കാണും, ഓരോ ഗ്രൂപ്പിനും ഓരോ പെക്യുലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പോൾ എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? ആ അറ്റോമിക് ഭാരം അനുസരിച്ച് എലിമെന്റുകളെ അറേഞ്ച് ചെയ്യുമ്പോൾ അവരുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എങ്ങനെയായിരിക്കും? ഒരു അറേഞ്ച് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിലെ എലിമെന്റ്സ് വളരെ കൃത്യതയോടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് മെൻഡലീവ് പറഞ്ഞത്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലിമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദിയർ അറ്റോമിക് മാസ്. നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് എലിമെന്റുകളെ അറ്റോമിക് ഭാരം അനുസരിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഫിസിക്കലും കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഏതാണ്ട് ഒരുപോലെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏതാണ്ട് ഒരുപോലെ അല്ല, അത് ഒരുപോലെ കൃത്യമായിട്ട് വരും എന്ന് അടുത്ത ശാസ്ത്രജ്ഞൻ വളരെ സഗൂഢം നിരീക്ഷിച്ചപ്പോൾ കണ്ടെത്തി. എന്താണെന്ന് അറിയാമോ? അവരുടെ ഫിസിക്കലും പ്രോപ്പർട്ടീസും ഒരുപോലെ വരുന്ന ഒരു സിറ്റുവേഷൻ അവരുടെ അറ്റോമിക് നമ്പർ അനുസരിച്ച് അടുക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഐസോട്ടോപ്പ് എന്ന് പറയുന്നതിന്റെ അറ്റോമിക് നമ്പർ എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ പിന്നെ അറ്റോമിക് ഭാരം അവിടെ വരുന്നില്ലല്ലോ. അതുപോലെ മറ്റ് എലിമെന്റ്സിന്റെയും എന്തൊക്കെ പ്രശ്നങ്ങൾ മെന്റലീവിൽ കണ്ടോ, ആ പ്രശ്നങ്ങളെല്ലാം നമ്പർ അനുസരിച്ച് അടുക്കി വെക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉദിക്കുന്നില്ല. ആ പ്രശ്നങ്ങളെ അതിജീവിച്ച് ഇങ്ങനെ ഒരു അടുക്കിൽ കൃത്യതയോടെ ചെയ്യാമെന്ന് പറയുന്നതാണ് മോഡേൺ പീരിയോഡിക് ലോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ദിസ് ഇസ് ദ നെക്സ്റ്റ് law, modern periodic law, and it was found out by Moseley, M-O-S-C-L-E-Y, Moseley, the modern periodic law by Moseley. And what was the law? The physical and വാല് മൊത്തം ഉണ്ട്, ഇമ്പോസിഷൻ എഴുതി അത്രയും വരെ എളുപ്പമുണ്ട്, തലയ്ക്കകത്തിരിക്കുന്നുണ്ട്. ലാസ്റ്റിൽ മാത്രം ഒരു മാറ്റം. The physical ഹെഡിങ് എഴുതി നല്ല നീറ്റ് ആയിട്ട് കൊടുക്കുക. The physical and chemical properties of elements are periodic functions of their atomic numbers. എലിമെന്റുകളുടെ 118 എലിമെന്റുകളെ അവരുടെ അറ്റോമിക് സംഖ്യയുടെ ക്രമത്തിൽ ക്രമീകരിക്കുമ്പോൾ അവരുടെ ഫിസിക്കൽ പ്രവർത്തനങ്ങളും ഭൗതിക മാറ്റങ്ങളും അതുപോലെ രാസമാറ്റങ്ങളും ഒരുപോലെ ആവുന്നു. ഓരോ ഗ്രൂപ്പിലുള്ള എലിമെന്റ്സിന്റെ സ്വഭാവങ്ങളെല്ലാം തന്നെ ഒരുപോലെ ആവുന്നു. ഇതാണ് മോഡേൺ പീരിയോഡിക് ലോ. ഇതാണ് നമ്മൾ ഇപ്പോഴും ഭൂമി ഉള്ളിടത്തോളം എനിക്ക് തോന്നുന്നു ഇത് തന്നെ ആയിരിക്കും അംഗീകരിക്കപ്പെടുന്നത്. And this is also called the long form periodic table.
അറ്റൻഡൻസ് എടുക്കാവുന്നോ? അതെന്തിന്? പിള്ളേരെ അറ്റൻഡൻസ് എടുക്കുവാന്ന് ഇതിനിടയിൽ ലാസ്റ്റിൽ വന്ന് എടുക്കും. മര്യാദയ്ക്ക് ഇരുന്നോണം പ്ലീസ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. ലീഡേഴ്സ് പ്ലീസ് നോട്ട് ഇറ്റ്. ഇതൊന്ന് എഴുതിയെടുക്ക. എഴുതിയെടുത്തല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഇനി അടുത്തത് പീരിയോഡിക് ടേബിൾ. നമ്മൾ മോസ്റ്റ്ലിയുടെ ലോങ് ഫോം പീരിയോഡിക് ടേബിളിലോട്ട് വന്നു. നെക്സ്റ്റ് വി വിൽ ദ നോമെൻക്ലേച്ചർ ഓഫ് എലിമെന്റ്സ്. ലാസ്റ്റിലെ എലിമെന്റ്സ് 100ന് ശേഷമുള്ള എലിമെന്റുകളുടെ പേരിടിയിൽ എങ്ങനെയെന്നുള്ളത് പഠിക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോമെൻക്ലേച്ചർ ഓഫ് എലിമെന്റ്സ് with atomic number greater than 100. Nomenclature of elements with atomic number greater than 100. അടുത്ത നമുക്ക് അത് എഴുതാം. എഴുതി കഴിഞ്ഞു. ഇമ്പോസിഷൻ എഴുതുക, മനസ്സിൽ പതിപ്പിക്കുക. ഇത് എളുപ്പമുണ്ട്, കാരണം മറ്റേതിന്റെ 90% ഉണ്ട്. ഒരു നമ്പർ മാത്രമാണ് മാറിയിരിക്കുന്നത്. Nomenclature of elements with atomic number greater than 100. Nomenclature, naming. Nomenclature, organic നമ്മൾ പഠിച്ചായിരുന്നല്ലോ. Nomenclature of elements with the atomic number greater than 100. 100ന് മുകളിൽ ഉള്ള എലിമെന്റ്സിന്റെ അറ്റോമിക് നമ്പറിൽ ഉള്ളവരുടെ പേരിടയിൽ ഇച്ചിരി ശ്രദ്ധിക്കണം. അതിന്റെ ക്ലൂ ഞാൻ പറയാം. ആ ക്ലൂ വെച്ചിട്ട് നമ്മൾ അങ്ങ് നമ്പർ എഴുതിക്കൊണ്ട് പോകും കേട്ടോ. 0യ്ക്ക് നമ്മൾ നിൽ എന്ന് പറയും. 0യ്ക്ക്. ഇനി 1ന് നമ്മൾ അൺ എന്ന് പറയും. അൺ, UN. 2ന് നമ്മൾ ബൈ എന്ന് പറയും. BI, ബൈ. 3ക്ക് നമ്മൾ ട്രൈ എന്ന് പറയും. ട്രൈ. ഓക്കെ, ഇതെല്ലാം കൂടി ചേർത്തായിരിക്കും ഇനി നമ്പർ വായിക്കുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ട്രൈ എന്ന് പറയും. 4ന് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യും പറയാൻ നേരത്തെ. 4ന് ക്വാഡ് എന്ന് പറയും. QUAD, ക്വാഡ്രിയം, ക്വാഡ്. 5ന് നമ്മൾ പെൻഡ് എന്ന് പറയും. 5 പെൻഡ്, PEND, പെൻഡ്. 6ന് എന്തെന്ന് പറയും? നമുക്കറിയാം, ഹെക്സ്. 7ന് സെപ്റ്റ്. 7ന് എന്തെന്ന് വിളിക്കും? സെപ്റ്റ്. 8ന് എന്തെന്ന് വിളിക്കും? OCT. നൊണൈൻ, 9 നൊണൈൻ. നമ്മൾ ആ കാർബൺ ഫാമിലിയില്, പക്ഷെ ഇവിടെ നമ്മൾ ENN എന്ന് വിളിക്കും. മതിയല്ലോ. അപ്പൊ ഇത്രയും ഒരു മുന്നറിവോടുകൂടി നമ്മൾ ഇനി 100ന് മേലുള്ള എലിമെന്റ്സിന്റെ 117 വരെ എലിമെന്റ്സ് ഉണ്ടല്ലോ, അതിന്റെ കുറച്ചൊക്കെ ചെയ്യും. 110 വരെ നമുക്ക് എഴുതാം. അപ്പൊ ഇത് അതിന്റെ ബേസ് ആണ്. 0യ്ക്ക് നില്ല്, 1ന് അണ്ണ്, 2ന് ബൈ, 3ക്ക് ട്രൈ, 4ന് ക്വാഡ്, 5ന് പെൻഡ്, 6ന് ഹെക്സ്, 7ന് സെപ്റ്റ്, 8ന് ഓക്റ്റ്, 9ന് ENN. കണ്ടോ? എഴുതിയെടുത്തല്ലോ. ഗ്രൂപ്പിലെ എല്ലാവരും എഴുതണം. ഒത്തിരി പിന്നിൽ സ്ലോ ആയിട്ടുള്ളവർക്ക് എന്നിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്നും സ്കൂളിൽ പോകണ്ടായിരുന്നു പിള്ളേരെ. എന്തിന് നാളെയൊക്കെ പോകണ്ട പിള്ളേരെ? വേറെ ഒഫീഷ്യൽ വർക്ക് ഒത്തിരി ഉണ്ട്. ഇന്ന് ഞാൻ പോയില്ല. എനിക്ക് ഇവിടുന്ന് പിള്ളേരെ 2 മണിക്കൂറത്തെ ദൂരമുണ്ട്. 2-2.5 മണിക്കൂർ. അതിന്റെ ഒരു ടയർഡ്നെസ് കൊണ്ടാണ് ഞാൻ ഈ. പക്ഷെ നിങ്ങളും ഒക്കെയാണ്. +2 ആണ് എന്റെ കാര്യത്തിൽ ഒരു വലിയ വിഷമം. ഇപ്പൊ നീങ്ങുന്നില്ല എനിക്ക്. എഴുതിയല്ല
അല്ലേ ഈ കുഞ്ഞു വേർഡ്. ഓക്കെ, ഇനി നമുക്ക് നെയിമിങ് സ്റ്റാർട്ട് ചെയ്യാം. 101 നിങ്ങൾ ഇത് എഴുതിയെടുത്തല്ലോ. ഇനി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേച്ചാൽ മതി. എനിക്കിത് കാണാപ്പാടെ എല്ലാത്തിൻ്റെ ഒന്നും അറിയത്തില്ല. 101 101. How you write? 1 un 0 nil. അതിന് ഒന്നുകൂടെ ഉണ്ട്. വീണ്ടും അണ്ണല്ലേ, അൺ കഴിഞ്ഞിട്ട് IUM എഴുതാം. അണ്ണിൽ അണ്യം. 101ാമത്തെ എലിമെന്റിന്റെ പേരാണ് അണ്ണിൽ അണ്യം. ഒരു IUM വാല്യൂ ലാസ്റ്റ് ചേർക്കണം. അണ്ണിൽ അണ്യം. ഈ തന്നെ ഇരുന്ന് ചിരിച്ചോ? ചിരി കഴിയുമ്പോ അങ്ങ് നിൽക്കും. പിന്നെ 102 അണ്ണിൽ BIUM ബയ്യം. അണ്ണിൽ ബയ്യം. 103 അണ്ണിൽ ട്രയം. 104 ഇതിനെപ്പറ്റി അറിയത്തില്ല, നമ്മൾ പരീക്ഷയ്ക്ക് എഴുതത്തുമില്ല കേട്ടോ, അതാ വേറൊരു സത്യം. അണ്ണിൽ ക്വാഡ്രിയം. ക്വാഡ്രിയം ഉണ്ട് കേട്ടോ. അണ്ണിൽ ക്വാഡ്രിയം. QUADRIUM. 105 അണ്ണിൽ പെൻഡിയം. PENTIUM പെൻഡിയം. ബാക്കി ഹോംവർക്ക് നമുക്ക് എന്നിട്ട് അടുത്ത ക്ലാസ് തുടങ്ങുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് കേട്ടോ. 110 എലിമെന്റ്സിന്റെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ കൃത്യമായിട്ട് എഴുതണം. 5 കൂടെയുള്ള സ്പേസ് വിട്ട് 2 കോളം ഒക്കെ വരച്ച് ലെക്ചർ നോട്ടിൽ എഴുതിയെങ്കിൽ ഓക്കെ. നോട്ട് എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതണം. So nomenclature of elements above, atomic number above 100. ഇനി നമുക്ക് പീരിയോഡിക് ടേബിൾ ആ 117 എലിമെന്റുകളെയും നമ്മൾ പൂർണ്ണമായിട്ടും കയ്യിലെടുക്കുന്ന പല തരത്തിലാണ്, പലതായിട്ട് അതിനെ കാറ്റഗറൈസ്. ഇനി അടുത്ത് നമ്മൾ കാറ്റഗറീസ് ചെയ്യുന്നത് നമ്മുടെ ഈ 11ൽ നമ്മളിപ്പോൾ പഠിച്ചു വന്ന ലെവൽ അനുസരിച്ച് classification based on classification of periodic table based on blocks. Classification of periodic table based on blocks. Classification of periodic table based on blocks. ബ്ലോക്കിനെ ബേസ് ചെയ്ത് നമ്മൾ എങ്ങനെ പീരിയോഡിക് ടേബിളിനെ കാറ്റഗറൈസ് ചെയ്യാം. നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ പലതും നമ്മൾ ബ്ലോക്ക് തിരിച്ചല്ലയോ നമ്മൾ ഇപ്പം പലതും വർക്കൗട്ട് ചെയ്യുന്നത്. നമുക്കൊരു ഐഡിയ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ. കോളേജിലൊക്കെ ചെല്ലുമ്പോൾ കെമിസ്ട്രി ബ്ലോക്ക്, സയൻസ് ബ്ലോക്ക്, മാത്സ് ബ്ലോക്ക്, കൊമേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് നമ്മൾ അതിനെ ബ്ലോക്കുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് പീരിയോഡിക് ടേബിൾ. ക്ലാസിഫിക്കേഷൻ FICATION. ക്ലാസിഫിക്കേഷൻ ഓഫ് PT പീരിയോഡിക് ടേബിൾ. എനിക്ക് ബോഡി സ്പേസ് ഇല്ലാത്തതുകൊണ്ട് based on blocks. അതായത് ഒരു എലിമെന്റിനെ അതിന്റെ അറ്റോമിക് നമ്പർ അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ ബെറീലിയം അറ്റോമിക് നമ്പർ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം 4. മറവി സംഭവിച്ചു, ഒന്ന് വായിച്ചാൽ മതി, ഓർമ്മ വരും. നമ്മൾ ഓവർ കോൺഫിഡൻസിൽ എഴുതി തെറ്റിക്കാൻ പോകുന്നത് 5 എന്നൊക്കെ എഴുതി പോകും ചിലപ്പോൾ. അപ്പൊ അറ്റോമിക് നമ്പർ എനിക്ക് ഭാരം ഓർമ്മയില്ല, ഞാൻ എല്ലാ അറ്റോമിക് നമ്പർ ഓർമ്മിച്ചില്ല. അപ്പോ നമ്മൾ 4 അതിന്റെ അറ്റോമിക് നമ്പർ. ഇത് ഏത് ബ്ലോക്കിലെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? കോൺഫിഗറേഷൻ എഴുതണം. 1s2 2s2. See this configuration, if the last അത് ഏത് ബ്ലോക്കാന്ന് അറിയാൻ, ആ എലിമെന്റ് ഏത് ബ്ലോക്കാന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? അറ്റോമിക് നമ്പർ വെച്ചിട്ട് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അപ്പോൾ ആ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് ബ്ലോക്കിൽ, ഏത് ഓർബിറ്റലിലോട്ടാണ് പോകുന്നത്, ആ ബ്ലോക്കിൽ പെട്ടത്. അതായത് ബ്ലോക്ക് 4 എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. ആ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് ഓർബിറ്റലിൽ പോകുന്നു അത് ആ പെർട്ടിക്കുലർ ബ്ലോക്കിൽ പെട്ടതായിരിക്കും. ഇത് കണ്ടോണേ. അപ്പൊ ഇത് ഏത് ബ്ലോക്കാണ്? നമ്മളിവിടെ വരയ്ക്കുന്നു എസ് ബ്ലോക്ക്, ഹൈഡ്രജൻ. ഇത് നമ്മുടെ പി ബ്ലോക്ക്. അത് നമുക്ക് പിന്നെ എഴുതാം. ഇതിപ്പോ എസ്സിലെ അല്ലേ, എസ്സിലെ രണ്ടാമത്തെ 2 എണ്ണം പറഞ്ഞിട്ട്. സോ ഇറ്റ് ഈസ് ഹിയർ hydrogen, helium, lithium, beryllium. Here is the position. Atomic number 4. ഇവിടെ വരുന്ന കറക്റ്റ് കേട്ടോ. ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് ഓർബിറ്റിൽ പോകുന്നു ആ ബ്ലോക്കിൽ, അത് എസ് ബ്ലോക്കിലെ എലിമെന്റ്സ്. ഫോർ എക്സാമ്പിൾ, next I am going to write magnesium with atomic number 12. To which block it belongs?
എലിമെന്റ്സിനെ ബ്ലോക്ക് അനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ആ എസിന്റെ സ്വഭാവം കാണിക്കും, നമുക്ക് ആ ബ്ലോക്ക് വെച്ചിട്ടും ആ മെറ്റലിന്റെ സ്വഭാവം ഫിസിക്കലും കെമിക്കലും പറയാൻ പറ്റും. See, we'll find to which block it belongs. 1s2, 2s2, 2p6, 3s2, 3s2. 3s2 means which block? It is the S block coming in the second group, no doubt. It is here, magnesium with atomic number 12 here. 23, 21 or 22 അങ്ങാണ്ടാ ഭാരം കേട്ടോ. Magnesium, Mg കേട്ടോ. Now I am going to write nitrogen 7. To which block will it belong? Nitrogen 7. Nitrogen 7. We'll write a configuration. നമ്മൾ ബ്ലോക്ക് എങ്ങനെയാണെന്നുള്ളത് ഡിഫൈൻ ചെയ്യും. What is S block element, what is P block, and what is D block? As the nitrogen with 7, we'll write the configuration. 1s2, 2s2, 2p x1, 2p y1, 2p z1. നമ്മൾ അതിന്റെ സ്വഭാവം അറിയുന്നതിന്, നമ്മുടെ ക്വാണ്ടം നമ്പർ ഏതാണെന്ന് അറിയുന്നതിന്, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതും? 2p3 ഏത് ബ്ലോക്ക് ആണെന്ന് അറിയുന്നതിന്. കണ്ടോ, ആ പി ബ്ലോക്കിലെ മൂന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ് എന്ന് കാണിക്കുന്ന ഇത്. പി ബ്ലോക്കിൽ സെക്കൻഡ് പീരിയഡിൽ എന്ന് പറയുമ്പോ ഇതാ, ഈ പീരിയഡില് 2 എന്ന് പറയുന്നത് ഏത് പീരീഡ് ആണ്? ഇത് n is equal to 1 പീരിയഡ്, n is equal to 2 എന്ന് പറയുമ്പോ ഈ ഇവൻ സെക്കൻഡ് പീരിയഡില്, സെക്കൻഡ് എന്ന് പറയുമ്പോ ഇതാ ഈ പീരിയഡ്, ഈ സെക്കൻഡ് പീരിയഡില് പിന്നെ മൂന്നാമത്തെ 1 2 3 ഇവിടെ നൈട്രജൻ എന്ന് പറയുമ്പോ മുന്നേ ആരൊക്കെയായിരുന്നു? ബെറീലിയം, കാർബൺ, കാർബൺ കഴിഞ്ഞ ആരാ? ബോറോൺ, കാർബൺ. ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ. അപ്പൊ കറക്റ്റ് അല്ലേ? 2p3 വരുന്നതാണ് കേട്ടോ. അപ്പൊ ഒരു അറ്റോമിക് നമ്പർ വെച്ച് നമുക്ക് ആ എലിമെന്റ് ഏത് ബ്ലോക്കിലാണെന്ന് അതിന്റെ കോൺഫിഗറേഷൻ എഴുതി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. Phosphorus 15, P15. Find out which block it comes. Find out in which block. Yes. P is below nitrogen. Here it is 3p3. Okay, I am telling you copper 24. To which block does it belong? Copper 24 നമ്മൾ പഠിച്ചതാണ്. വെരി ഇമ്പോർട്ടന്റ്. കോപ്പർ ക്രോമിയം എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ. ഏത് ഗ്രൂപ്പിലാണ്, ഏത് ബ്ലോക്കിലാണ് വരുന്നത്? ഡി ബ്ലോക്ക്. അതായത് ഹിയർ ദ പി ബ്ലോക്ക് കംസ് ആൻഡ് ഇവിടെ ഡി ബ്ലോക്ക്. നിങ്ങൾ ഇത്രയേ ഇപ്പൊ ലെവൽ ആയിട്ടുള്ളൂ, പക്ഷെ നമുക്ക് ഓഗോ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് അറിയാം എഴുതാൻ. അങ്ങനെ വരുമ്പോ ലന്തനത്തിന്റെ ഒക്കെ നമുക്ക് എഴുതാം. 56 മറ്റോ തോന്നുന്നു ലന്തനം, അത് എഫ് ബ്ലോക്ക് ആണ്. എഫ് ബ്ലോക്ക് അതായത് ഒരു ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ആ എലിമെന്റിന്റെ അറ്റോമിക് നമ്പർ അതിന്റെ ഇലക്ട്രോണിന്റെ എണ്ണമാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഏത് ഓർബിറ്റലിലാണോ ആ ലാസ്റ്റ് ഇലക്ട്രോൺ പോയിന്റ്, ദ ഓർബിറ്റൽ in which the last electron enters is the block of that element, block of that particular element. Appo what is S block element and the definition choichal give you example ennaanu question engil what will you write the answer? If the last electron enter the s orbital, then it is an S block element. The 4 blocks are S, P, D and F. So there are 4 blocks based on in which orbital the last electron enters. അവസാനത്തെ ഇലക്ട്രോണിന്റെ എണ്ണം അറ്റോമിക് സംഖ്യയുടെ എണ്ണമാണ്. അത് നമ്മൾ അറിയണം കേട്ടോ. സെക്കൻഡ് ഇയറിൽ അടുത്ത ദിവസം ഞാൻ ചോദിച്ചപ്പം എന്റെ പൊന്നെ ഞാൻ ഞെട്ടിപ്പോയി. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഓർഗാനിക്കിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, ഇത് ഇൻഓർഗാനിക് വേൾഡ് ആണ്. അപ്പൊ ആ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് ഓർബിറ്റലിലോട്ടാണോ പോകുന്നത് അതാണ് ആ ബ്ലോക്ക് എന്ന് പറയുന്നത്, ആ എലിമെന്റ് ഇരിക്കുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി ആ ബ്ലോക്കില് അങ്ങനെ 4 തരത്തിലുണ്ട്: എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. അങ്ങനെയാണ് എലിമെന്റ്സിനെ ബ്ലോക്ക് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് സ്ട്രെസ് ചെയ്ത് എഴുതും. If the last electron enter the s orbital, it is S block.
എലിമെന്റ്സ്. ഇഫ് നോട്ട് ഒന്ന് particularize ചെയ്ത് അങ്ങനെ ഒന്ന് എഴുതുക. ബ്ലോക്സ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ബ്ലോക്സ് എന്നിട്ട് ഒരു വരി ആദ്യം എഴുതിക്ക്. There are 4 blocks S, P, D and F. There are 4 blocks S, P, D and F. There are 4 blocks S, P, D and F. എന്നിട്ട് ഓരോ ബ്ലോക്കിനെയും ഒന്ന് അഡ്വർടൈസ് ചെയ്യുക. If the last electrons definition ആയിട്ട് ചോദിച്ചാൽ എഴുതുന്നത്. If the last electron enter the S orbital, it is S block. അടുത്തത്, if the last electron enter P orbital, it is P block. അതുപോലെ തന്നെ two other statements. If the last electron enter the D orbital, it is D block. And if the last electron enter F orbital, it is F block. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ പീരിയോഡിക് ടേബിളിനെ ഇത് ഭൂമിയുള്ളിടത്തോളം കാലം നമ്മൾ അഥവാ വിഷയം മാറി പഠിക്കേണ്ടി വന്നാൽ പോലും യവനെ എങ്ങനെ മനസ്സിൽ പതിച്ചിരിക്കണം? എസ് ബ്ലോക്ക്. അപ്പൊ നമ്മൾ എന്തെഴുതും? ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2. ഇത് നമ്മൾ മനസ്സിൽ പതിപ്പിക്കുക. ഏതൊക്കെ ഗ്രൂപ്പാണ് എസ് ബ്ലോക്ക്? അപ്പൊ അടുത്ത ഡി ബ്ലോക്ക്, ഗ്രൂപ്പ് 3 to ഗ്രൂപ്പ് അല്ലെ നിങ്ങൾ വരയ്ക്കണം. ഗ്രൂപ്പ് 12 അത്രയും വര ഇവിടെ വരച്ച് കാണിക്കണം. വരച്ച് കാണിച്ചാൽ നല്ലത്. കാരണം ഇവിടെ ഒരു എലിമെന്റ് നമ്മൾ വരയ്ക്കാൻ പോവാ. അതിന്റെ പീരിയഡ് ഇത് കോൺഫിഗറേഷൻ സൈസ്. ഇപ്പൊ ഉദാഹരണത്തിന് ലിഥിയം atomic number 3 1s2 2s raised to 1, it's belonging to S block. Sodium 11 yes 1s2 2s2 2p6 3s raised to 1, that is the P block. ഇതിലൂടെ നമ്മൾ ഇലക്ട്രോണിക് ജനറൽ കോൺഫിഗറേഷൻ എഴുതും കേട്ടോ. ഇതിപ്പോ എഴുതാം, നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് പഠിക്കാം. ഇത് ഇച്ചിരി ലെങ്തി ടോപ്പിക്കാ. ഇത് മനസ്സിൽ പതിപ്പിച്ച രസാന്തരം എടുത്തല്ല വേറെ പോത്തുമില്ല. പിന്നെ ഗ്രൂപ്പ് 3 to 12 അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് 13 മുതൽ ഫ്രം ഗ്രൂപ്പ് 13 to ഗ്രൂപ്പ് 18. ഇത് നോബിൾ ഗ്യാസിനെ കുറിച്ചൊന്നും മെന്റലീവ് പറഞ്ഞില്ല. ഞാനത് പറയാൻ പറഞ്ഞു. ഈ ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ എനിത്തിങ് അബൌട്ട് നോബിൾ ഗ്യാസ്. അതൊരു സിമ്പിൾ തലയ്ക്കകത്തിരിക്കുന്നത്. അതുകൂടെ വേണേൽ എഴുതിയെടുക്കുക മെന്റലീവിന്റെ ഡ്രോബാക്കിൽ. ഗ്രൂപ്പ് 18 18ാമത്തെ ഗ്രൂപ്പ് ഇത്രയും ചേരുന്നതാണ് പി ബ്ലോക്ക്. ഇതിൽ ഏത് എലിമെന്റിന്റെ കോൺഫിഗറേഷൻ എടുത്തിരുന്നാലും കറക്റ്റ് അത് പിയിൽ വരും. ബോറോൺ മുതൽ നിയോൺ വരെ. ഈ ഇനർട്ട് ഗ്യാസ് അഥവാ 18th ഗ്രൂപ്പിനെ കുറിച്ചൊന്നും ഇദ്ദേഹം പറഞ്ഞില്ല. ഇത് സപ്തസ്വരങ്ങൾ 7 ഗ്രൂപ്പും വെച്ചോണ്ടിരിക്കും. പോരായ്മ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോ എസ്, പി, ഡി ആൻഡ് എഫ് ഇതൊക്കെ ടെക്സ്റ്റ് കൂടെ വെച്ച് നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടല്ലോ. പീരിയോഡിക് ടേബിൾ ഒരു 25 വരെ നമ്മൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട് ഒരു വർഷം പഠിക്കുമ്പോൾ. മനസ്സുള്ളവനെ അത് വരയ്ക്കത്തുള്ളൂ കേട്ടോ. അതൊക്കെ ആ ഒരു പ്രശ്നം. വിഷയത്തോട് താല്പര്യം വരുമ്പോൾ നമ്മൾ അതിനോട് എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കത്തുള്ളൂ. താല്പര്യം ഇല്ലാത്ത നമ്മൾ ഒഴിഞ്ഞ് എങ്ങനെയും രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ നമ്മൾ താല്പര്യത്തിലേക്ക് കൊണ്ടുവന്നാൽ സ്റ്റിയറിംഗ് നല്ല 11th 12th ഒരു പിടുത്തവ പിള്ളേരെ ജീവിതത്തിൽ അങ്ങോളം ഉള്ള സുഖം എന്ന് പറയുന്നത്. അപ്പൊ എസ്, പി, ഡി ആൻഡ് എഫ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ബ്ലോക്സ്. എസ്, പി, ഡി ആൻഡ് എഫ്. എന്നിട്ട് നമുക്ക് ഇഥവാ ഇത് എസ് ആയിട്ട് ചോദിച്ചാൽ നമുക്ക് ഇച്ചിരി കാര്യങ്ങൾ എഴുതണം. ഇച്ചിരി ഒരു നിങ്ങളായിട്ട് അങ്ങ് എഴുതുമ്പോൾ നിങ്ങൾക്ക് അത്രയും ബോറിംഗ് ആയിട്ട് തോന്നത്തില്ല. അപ്പൊ നമുക്ക് ഇതിനെ ബേസ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതാം. How many groups and how many periods are there in the periodic table? How many groups are there in the periodic table? ഇങ്ങനെയൊക്കെ വരച്ചു വന്നപ്പോൾ മൊത്തം എത്ര ഗ്രൂപ്പ് ഉണ്ട്? ആ വെർട്ടിക്കൽ കോളത്തിനെയാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 18 ഗ്രൂപ്പ്സ്. ഇനി നമുക്ക് അതൊന്ന് എഴുതാം. ഗ്രൂപ്പ്സ്. വെർട്ടിക്കൽ കോളംസ് ആർ കോൾഡ് ഗ്രൂപ്പ്സ്. ഇനി കുറച്ച് കാര്യങ്ങൾ അങ്ങ് എഴുതുക കേട്ടോ. വെർട്ടിക്കൽ കോളംസ് ആർ കോൾഡ് ഗ്രൂപ്പ്സ്. വെർട്ടിക്കൽ കോളംസ് ആർ കോൾഡ് ഗ്രൂപ്പ്സ്.
Vertical columns are called groups. There are 18 groups in the periodic table. Vertical columns are called groups. There are 18 groups in the periodic table. 18 ഗ്രൂപ്പുകൾ ഉണ്ട്. How many periods are there in the periodic table? How many periods are there in the periodic table? 7 period. Period എന്താന്ന് ആദ്യം എഴുതേ. Horizontal rows are called periods. Vertical columns are called vertical column. Column in the spelling COLUMN. Vertical columns are called groups. There are 18 groups. Horizontal rows are called horizontal rows. Horizontal rows, ROW, rows are called periods. Are called periods. There are 7 periods in the periodic table. In the periodic table, 7 periods. Vertical row, horizontal, vertical column, horizontal row. See, it is 10:50. നിങ്ങൾക്ക് ഇന്ന് അടുത്ത പീരീഡ് ക്ലാസ് ഉണ്ടല്ലോ അല്ലേ? 9:50 അല്ലേ? ഓക്കെ. അടുത്ത പീരീഡ് ക്ലാസ് ഉണ്ടോ അതോ ആ ടീച്ചർ സ്കൂളിൽ പോയേക്കുവാണോ? ഹു ഈസ് ദ ടീച്ചർ ഇൻ ദ നെക്സ്റ്റ് പീരിയഡ്? ഫിസിക്സ്. ഓ, ഫിസിക്സ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ പോയായിരുന്നേ. അയ്യോ, അപ്പൊ രാജ് ടീച്ചർ ഇന്ന് പോകും. അതായത് ഇന്ന് ഒത്തിരി ഒഫീഷ്യൽ വർക്കുകളുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഇന്നലെ അയ്യോടെ ഇരുന്ന് പിള്ളേരെ ഞാൻ ബോറായി. ഈ വഴിയെല്ലാം ബ്ലോക്കും അവിടെ എല്ലാം വഴിപ്പണിയും നടുവും നട്ടലും എല്ലാം പോയി.